കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, വ്യത്യസ്ത കഴിവുകളുള്ളവർ അഥവാ ഭിന്നശേഷിക്കാർ, അവരെ പറ്റിയാണ് ഈ ഞായറാഴ്ച നാം പഠിക്കുവാൻ പോകുന്നത്. അവർക്ക് ലഭിക്കേണ്ടതായ പരിചരണവും നാം അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനവും. They are differently abled people. This Sunday is for the mentally and physically challenged people. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ചെകിടന്മാർക്ക് കേൾവിയും കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ്. വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നവനാണ്. പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നവനാണ്. ആ ദൈവത്തെ പാടിപ്പുഴ്ത്തുന്ന ഒരു സങ്കീർത്തനമാണ് 146 സങ്കീർത്തനം, സാം 146. നാം ആരിലാണ് ആശ്രയിക്കേണ്ടത്, ആരിലാണ് ആശ്രയിക്കുവാൻ പാടില്ലാത്തത്, ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. കാരണം അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്നു തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവന് നേക്കും വിശ്വസ്തത കാക്കുന്നു. ഇപ്രകാരം വിശ്വസ്തനായ ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. വേഴ്സ് 7. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പീൻ. നാം സ്തുതിക്കേണ്ടത് ആരെയാണ് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആരിലാണ് നാം ആശ്രയിക്കുവാൻ പാടില്ലാത്തത്? സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ നാം ആശ്രയിക്കരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഓ മൈ സോൾ. I will praise the Lord all my life. I will sing praise to my God as long as I live. Do not put your trust in princes, in mortal men who cannot save. When their spirit departs, they return to the ground. On that very day, their plans come to nothing. Blessed is he whose help is the God of Jacob, whose hope is in the Lord his God, the maker of heaven and earth, the sea and everything in them, the Lord who remains faithful forever. He upholds the cause of the oppressed and gives food to the hungry. The Lord sets prisoners free. The Lord gives sight to the blind. The Lord lifts up those who are bowed down. The Lord loves the righteous.
The Lord watches over the alien and sustains the fatherless and the widow, but he frustrates the ways of the wicked. The Lord reigns forever. Your God, O Zion, for all generations. Praise the Lord. ദൈവത്തിൻ്റെ ഈ ദയ അംഗവൈകല്യമുള്ള ഒരുവനോട് ദാവീദ് രാജാവ് കാണിച്ച ഒരു സംഭവം പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് 2 സാമുവേൽ ചാപ്റ്റർ 9. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ. ശൗലിന് ശേഷം രാജാവായത് ദാവീദായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ്. ശൗലിന് ഒരു മകനുണ്ടായിരുന്നു, യോനാഥാൻ. ഈ യോനാഥാനും ദാവീദും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, ഉറ്റമിത്രങ്ങളായിരുന്നു. ഒരുവനു വേണ്ടി മറ്റവൻ ജീവൻ കൊടുക്കുവാൻ പോലെ സന്നദ്ധനായിരുന്നു. അത്രയ്ക്ക് സുദൃഢമായിരുന്നു ആ സ്നേഹബന്ധം. കാലാന്തരത്തിൽ ശൗലും യോനാഥാനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. രാജാവായി തീർന്ന ദാവീദ് അന്വേഷിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗൃഹത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന്. രാജാവിൻ്റെ ഈ അന്വേഷണത്തിന് ഉത്തരം കിട്ടി. രാജാവിന് അറിവ് കിട്ടി, യോനാഥാൻ്റെ മകനായ മെഫീബോഷെത്ത് എന്ന അംഗവൈകല്യമുള്ള ഒരു മകൻ ലോദേബാർ എന്ന സ്ഥലത്ത് മാഹീറിൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന്. അതായത് ഈ മകൻ താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ല, ഒളിവിലാണ്, അതും ലോദേബാറിൽ. ലോദേബാർ ഒരു ഊഷരഭൂമിയാണ്. അവിടെ മേച്ചിൽപ്പുറങ്ങളില്ല, ദൈവാരാധനയില്ല, ദൈവവചനമില്ല. ഒരു ഡെസോലേറ്റ് പ്ലേസാണ്, ലോൺലി പ്ലേസ്. ഒളിവിൽ കഴിയുന്ന ഈ മെഫീബോഷെത്ത് വളരെ ഭയപ്പാടോടെയാണ് അവിടെ ആയിരിക്കുന്നത്. കാരണം രാജസ്ഥാനത്തെത്തുന്ന ഏതൊരു രാജാവും തൻ്റെ സിംഹാസനത്തിന് ഭീഷണി ഉയർത്തിയേക്കാവുന്ന ഏത് ശത്രുവിനെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന പതിവുണ്ടായിരുന്നു. രാജാവിനെ ഭയന്നാണ് ഈ മകൻ അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. 2 സാമുവേൽ ചാപ്റ്റർ 9 വേഴ്സസ് 1-10. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. യോനാഥാനുമായി സൗഹൃദത്തിലായിരുന്നപ്പോൾ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞിരുന്നു, നീ രാജാവാകുമ്പോൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന്. ഞാൻ വേഴ്സ് 1 ഒന്നുകൂടെ വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് രാജാവ് ചോദിച്ചതിന്, 2 കാലും മുടന്തനായിട്ട് യോനാഥാൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാറിൽ മാഖീറിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദേബാറിൽ മാഖീറിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി.
ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫീബോശേത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവൻ ആകെ ഭയപ്പാടിലാണ്. ദാവീദ് മെഫീബോശേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് അവൻ്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. മെഫീബോശേത്ത് ഭയപ്പെട്ടതുപോലെയല്ല ദാവീദ് അവനോട് പറഞ്ഞത്. ഇത് കേട്ടിട്ട് മെഫീബോശേത്ത് പറയുകയാണ്, അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അംഗവൈകല്യമുള്ള ഈ മകൻ രാജാവിനെ ഭയന്ന് വേറൊരു നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അവൻ ഭയപ്പെട്ടതുപോലെ അല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ ദയ ദാവീദ് രാജാവ് കാണിച്ചതാണ്. ഇങ്ങനെ ദയ കാണിക്കുന്ന ഒരു അനുഭവമാണ് അംഗവൈകല്യമുള്ളവരോടും പട്ടിണി പാവങ്ങളോടും നമ്മേക്കാൾ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എല്ലാവരോടും നമുക്കുണ്ടായിരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഞായറാഴ്ച ഈ ഡിസബിലിറ്റി എന്ന ഈ ആശയം നാം പഠിക്കുന്നത്. എത്രമാത്രം കെയർ നാം അവരോട് കാണിക്കണം, അവരെ എത്രമാത്രം ഓണർ ചെയ്യണം, ആദരിക്കണം, അതെല്ലാം നാം മനസ്സിലാക്കുന്നു. നമുക്കറിയാം, എപ്പോഴും ഇതുപോലെ അംഗവൈകല്യമുള്ളവരും അല്ലെങ്കിൽ പട്ടിണിപ്പാവങ്ങളും പുവർ പീപ്പിൾ, അവർക്ക് തങ്ങളിൽ തന്നെ ഒരു അപകർഷതാബോധമുണ്ട്. ഞങ്ങളാരുമല്ല, ഞങ്ങൾ അംഗവിഹീനരാണ്, അംഗവൈകല്യമുള്ളവരാണ്, പാവങ്ങളാണ്, പട്ടിണിക്കാരാണ്, ഞങ്ങൾക്ക് ധനമില്ല, ഞങ്ങൾ കുരുടന്മാരാണ്, ചെകിടന്മാരാണ്, കൂനുള്ളവരാണ്, കുഷ്ഠരോഗികളാണ്. സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടകലർന്ന് താമസിക്കുവാൻ ഞങ്ങൾക്ക് അർഹതയില്ല. അങ്ങനെ ഒരു ബോധം അവരുടെ ഉള്ളിലുണ്ട്. അതാണ് അവരെ ഭരിക്കുന്നത്. അവർ ആകെ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർ അവരെ ഒപ്രസ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരുടെ പീഡനങ്ങൾ അനുഭവിച്ചാണ് ഇവർ ജീവിക്കുന്നത്. കാരണം ചോദിക്കുവാനും പറയുവാനും ആരുമില്ലാത്തവരുടെ മേലാണ് മറ്റുള്ളവർ അഥവാ ബലവാന്മാർ കുതിര കയറുന്നത്. അത് ഇന്നും സമൂഹത്തിൽ നാം കാണുന്നതാണ്. അവർ താമസിക്കുന്ന ആ ഇടം അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന ആ ഇടം ലോദേബാറിൻ്റെ അവസ്ഥയാണ്, അനുഭവമാണ്. അതായത് ഊഷരഭൂമിയാണ്. എ പ്ലേസ് ഓഫ് ഡിസൊലേഷൻ ആൻഡ് ഒബ്സ്ക്യൂരിറ്റി, ആൻ ഇൻസിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ. അവരായിരിക്കുന്ന അവസ്ഥയാണത്, ഇടമാണത്, ലോൺലിനെസ്. അങ്ങനെയുള്ള ആളുകളെ, അവരുടെ അവസ്ഥയെ എങ്ങനെയാണ് നാം കാണേണ്ടത്? അതാണ് ഈ ഞായറാഴ്ച നാം പഠിക്കുന്നത്. അവരോട് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, ആ മെഫീബോശേത്തിനോട് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട, നീ എന്തിനാണ് എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചത്? നീ ആകെ ഭയന്നു പോയോ? ഞാൻ നിന്നെ കൊല്ലുമെന്ന്? ഒരിക്കലുമില്ല, നീ ഭയപ്പെടേണ്ട. നീ ഇന്നു മുതൽ എന്നേക്കും എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കും,
എൻ്റെ കൂടെ ഇരുന്നാണ് നീ ഇനി ഭക്ഷണം കഴിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ വേഴ്സ് 9 നാം കാണുന്നു, അപ്പോൾ ദാവീദ് രാജാവ് സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവൻ്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിൻ്റെ പുത്രന്മാരും വേലക്കാരും നിൻ്റെ യജമാനൻ്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിൻ്റെ യജമാനൻ്റെ മകനായ മെഫീബോശേത്ത് നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. ഇവിടെ ദാവീദ് രാജാവ് കാണിച്ചത് ദൈവത്തിൻ്റെ ദയയാണ്. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യമായിരിക്കണം ഈ സമൂഹത്തിൽ നാമും ചോദിക്കേണ്ടത്. ഞാനതൊന്നുകൂടെ വായിക്കാം. ഡേവിഡ് ആസ്ക്ഡ്, ഈസ് there anyone still left of the house of Saul to whom I can show kindness for Jonathan's sake? Now there was a servant of Saul named Ziba. They called him to appear before David, and the king said to him, Are you Ziba? Your servant, he replied. The king asked, Is there no one still left of the house of Saul to whom I can show God's kindness? God's kindness. Ziba answered the king, There is still a son of Jonathan. He is crippled in both feet. Where is he? Ziba answered, He is at the house of Machir in Lo-debar. So King David had him brought from Lo-debar, from the house of Machir. When Mephibosheth came to David, he bowed down to pay him honor. David said, Mephibosheth. Your servant, he replied. Don't be afraid. David said to him, For I will surely show you kindness for the sake of your father Jonathan. I will restore to you all the land that belonged to your grandfather Saul, and you will always eat at my table. Mephibosheth bowed down and said, What is your servant that you should notice a dead dog like me? ഈ പാവങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയൊരു അപകർഷതാബോധമുണ്ട്. ഞാൻ ചത്ത നായാണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. അതാണ് ഈ മെഫിബോഷേത്ത് പറഞ്ഞത്. What is your servant that you should notice a dead dog like me? Then the king summoned Ziba, Saul's servant, and said to him, I have given your master's grandson everything that belonged to Saul and his family. You and your sons and your servants are to farm the land for him and bring in the crops, so that your master's grandson may be provided for. And Mephibosheth, grandson of your master, will always eat at my table. ഇതുപോലെയുള്ള വലിയ ദയയാണ് ദൈവം നമ്മോടും കാണിക്കുന്നത്. എത്രമാത്രം കരുണയാണ് ദൈവം കാണിക്കുന്നത്. ഈ കരുണ മറ്റുള്ളവരോടും കാണിക്കണം എന്നാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഗോഡ്സ് കൈൻഡ്നെസ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഇനി നോക്കാം. വിശുദ്ധനായ മർക്കോസ് ലിഹായുടെ 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 1-6. യേശുതമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കപ്പർന്നഹൂമിൽ ഒരു സിനഗോഗിൽ ചെന്നു. അത് ശാബത ദിവസമായിരുന്നു.
ദൈവത്തെ ആരാധിക്കുവാൻ ധാരാളം ആളുകൾ അവിടെ കൂടി വന്നിരുന്നു. അവരുടെ കൂട്ടത്തിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അവനെയാണ് കണ്ടത്. അവൻ ആവശ്യക്കാരനായിരുന്നു. അവൻ അംഗവൈകല്യമുള്ളവനായിരുന്നു. ആരാധിക്കുവാൻ വന്നവരുടെ കൂട്ടത്തിൽ മറ്റു ചിലരും ഉണ്ടായിരുന്നു, പരീശന്മാരും ശാസ്ത്രിമാരും. അങ്ങനെ യേശുവിനെ ഏത് കാരണത്താൽ കുറ്റം പറയാം എന്ന് കണ്ട് വന്നിരുന്നവരായിരുന്നു അവർ. നമുക്ക് വായിക്കാം, വേഴ്സ് 1 ഓൺവേഴ്സ്. യേശു പിന്നെയും കഫർന്നഹൂമിൽ സിനഗോഗിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ ഏതു വിധത്തിൽ കുറ്റം ചുമത്തണം എന്ന് നോക്കിയിരിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആയിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് യേശു നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ ചുറ്റും നിന്നവരോട് ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം യേശു ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റുനോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ആരാധനയ്ക്കായി നാം ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യം കാണുവാൻ, നമ്മുടെ ബലഹീനത കാണുവാൻ, നാം എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് നോക്കുന്ന ഒരേ ഒരുവനെ അവിടെ ഉള്ളൂ. അത് നമ്മുടെ ദൈവമാണ്. അവനാണ് നമ്മെ ഉള്ളതുപോലെ അറിയുന്നത്. മറ്റു പലരും ആ ആരാധന സ്ഥലത്ത് കാണും. അവരെല്ലാം വരുന്നത് പല പല ഉദ്ദേശത്തോടെയാണ്. പക്ഷേ ആവശ്യക്കാരന് ദൈവം തുണ നിൽക്കും. ബലഹീനനെ ബലപ്പെടുത്തുവാൻ, മുടന്തുള്ളവനെ സൗഖ്യമാക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ, വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കുവാൻ എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ഇന്നത്തെ കീ വേഴ്സും ഈ ആശയത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 9. അവിടെ ദൈവം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കേണ്ടതിന് ബലഹീനർ അതിസന്തോഷത്തോടെ അവരുടെ ബലഹീനതകളിൽ പ്രശംസിക്കും. God says, my grace is sufficient for you, for my power is made perfect in weaknesses. Therefore, the differently abled will boast all the more gladly in their weaknesses, so that the grace and power of God may dwell in them. ബലഹീനർക്ക് ബലം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അംഗവിഹീനർക്ക് സൗഖ്യമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം എത്രമാത്രം വലുതാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ് അവരിൽ ആവസിക്കുന്നത്. അതുകൊണ്ട് അവരോർക്കും, ഞങ്ങൾ ബലഹീനരായിരുന്നത് നല്ലതായിരുന്നു, ഞങ്ങൾ കഷ്ടത്തിലായിരുന്നത് ഞങ്ങൾക്ക് ഗുണമായി. കാരണം ദൈവത്തെ കാണുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ ആ വ്യക്തിപരമായ ഇടപെടൽ അനുഭവിക്കുവാനും അങ്ങനെയുള്ളവർക്കാണ് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവരുടെ ബലഹീനതകളിൽ സന്തോഷിക്കുന്നത്. ആ കഫർന്നഹൂമിലെ സിനഗോഗിൽ വന്നിരുന്ന അത്രയും ജനങ്ങളിൽ
ഏറ്റവും കൂടുതൽ ആനന്ദിച്ചത്, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ വരണ്ട കൈയുള്ള മനുഷ്യനായിരുന്നു. കാരണം അവനിലാണ് ദൈവശക്തി ആവസിച്ചത്. യേശു ക്രിസ്തു അവനെ ജനത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ അവനെ ദൈവം ആദരിച്ചു, മാനിച്ചു, അവനെ സൗഖ്യമാക്കി. അവനാണ് ദൈവത്തെ കണ്ടവനായി, ദൈവത്തെ അനുഭവിച്ചവനായി മടങ്ങിപ്പോയത്. അപ്പോസ്തല പ്രവൃത്തികളിലും ഇതുപോലെ ഒരു സൗഖ്യം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പത്രോസ്ലിഹ ലിദ്ദ എന്ന സ്ഥലത്ത് 8 സംവത്സരമായി പക്ഷവാത രോഗത്താൽ കിടപ്പിലായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സസ് 32 to 35. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. As Peter traveled about the country, he went to visit the saints in Lydda. There he found a man named Aeneas, a paralytic who had been bedridden for 8 years. Aeneas, Peter said to him, Jesus Christ heals you. Get up and take care of your mat. Immediately, Aeneas got up. All those who lived in Lydda and Sharon saw him and turned to the Lord. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടന്ന ഈ സൗഖ്യം കണ്ടവർ എല്ലാവരും ആ കർത്താവിലേക്ക് തിരിഞ്ഞു എന്നാണ് നാം ഇവിടെ വായിച്ചത്. All those who lived in Lydda and Sharon saw him and turned to the Lord. ഈ ലിഡ്ഡ എന്ന സ്ഥലം ഇന്നത്തെ ലൂദാണ്. ഇത് ഇസ്രായേലിൽ ടെൽ-അവീവിൽ നിന്നും 15 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തുവിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നടന്നു. അവൻ്റെ നാമത്തിൽ പോലും സൗഖ്യമാണ്. ഈ യേശു കർത്താവിങ്കിലേക്ക് നിങ്ങൾ തിരിയുമോ? അവൻ പാപം മോചിക്കുന്നവനാണ്, രോഗസൗഖ്യം നൽകുന്നവനാണ്, ബലഹീനർക്ക് ബലം നൽകുന്നവനാണ്, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ്. അവനാണ് ഏകരക്ഷകൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഈ യേശു ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുകയും യേശു ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ് അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തുവിങ്കിലേക്ക് തിരിയുവാനിടയായ ജനം അവനെ അവരുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. നല്ല സഖിയായി അവർ കാണുന്നു. എന്ത് നല്ലോർ സഖി യേശു! വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. നമുക്ക് പാടാം. What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit
in prayer. Heavy trials and temptations, is the trouble anywhere? We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrow share? Jesus knows our every weakness. Take it to the Lord in prayer. Are we weak and heavy laden, cumbered with a load of care? Precious Savior, still our refuge. Take it to the Lord in prayer. Do thy friends despise, forsake thee? Take it to the Lord in prayer. In his arms he'll take and shield thee. The